ഹായ് അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഐറ്റംസും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. നല്ല വില കുറവിൽ ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കുറഞ്ഞ പൈസക്ക് നമ്മളെ കിച്ചണിക്ക് വാങ്ങിയ ഐറ്റംസുകളാട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നേ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പ്രൊഡക്റ്റുകളും കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓർ ഷോപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. പാണ്ടിക്കാടാണ് ഇവരെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ക്ലീനിങ് ബ്രഷാണ്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറും അതേപോലെ തന്നെ മിക്സിയൊക്കെ ശരിക്കും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്രഷാണ് കേട്ടോ. അതേപോലെ തന്നെ ഗ്യാസിൻ്റെ ബർണർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല മൂർച്ച ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രഷിന്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അഴുക്ക് പിടിച്ച ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ലോണം ഉരച്ച് കഴുകാൻ പറ്റും. അപ്പോൾ നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ 3 ഒരു സെറ്റായിട്ടാട്ടോ വരുന്നത്. അടുത്തത് ഒരു സോളാർ ലൈറ്റാണ്. ഡബിൾ ലൈറ്റാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ വളരെ വില കുറവിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല. ഇവരുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇനിയിപ്പോൾ വില കുറവുള്ള സാധനമാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റിക്ക് യാതൊരു കുറവുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റുകളാണൊക്കെ. അടുത്തത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് നമുക്ക് പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു റോളായിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് ആവശ്യമുള്ളത് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്ക്രബ്ബർ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒരു റോള് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാലത്തിനുണ്ടാവും. അഫോർഡബിൾ പ്രൈസിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതുകൊണ്ട് പാത്രം കഴിക്കണതൊന്ന് കാണിക്കട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം സ്പോഞ്ചുമാണ്, ഒരു ഭാഗം നല്ല എന്താ പറയുക നല്ല ഒരള്ള നമ്മളെ കമ്പിച്ചണ്ടി വെച്ചിട്ടൊക്കെ പാത്രം കഴുകുമല്ലോ, അതുപോലെ കുറച്ച് ഒരള്ള സൈസാണ് കേട്ടോ ഒരു ഭാഗം വരുന്നത്. ഒരു ഭാഗം നല്ല സ്പഞ്ചായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറുതായിട്ട് ഇങ്ങനെ കറ കെട്ടിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കമ്പിച്ചണ്ടിക്ക് വെച്ചിട്ട് കഴുകണതല്ലേ. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഈ ഒരു ജോർജറ്റിൻ്റെ തുണി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് പാത്രം കഴുകിയത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനത്തെ ആ ഒരു എന്താ പറയുക ഈ സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് പാത്രം കഴുകൽ. അപ്പോൾ ഈ സ്ക്രബ്ബർ പാത്രം കഴുകാൻ ഉഷാറാണ് കേട്ടോ. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് പാത്രം കഴുകൽ. ഇനി അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഒരു ക്ലീനിങ് ബ്രഷാണ്. നമുക്ക് കുട്ടികളെ പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രഷാണ് കേട്ടോ ഇത്. പിന്നെ ഈ വായ്വട്ടം കുറവുള്ള ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ബോട്ടിൽസൊക്കെ അതിൻ്റെ ഉൾഭാഗമൊക്കെ കഴുകാൻ നല്ല ഉഷാറാട്ടോ ഈ ഒരു ബ്രഷ്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇത് ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇതുകൊണ്ട് രണ്ട് ഉപയോഗം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉപ്പേരി വെക്കാനും കറി വെക്കാനൊക്കെ വെജിറ്റബിൾസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. അത് കണ്ടോ, ഇതിലിങ്ങനെ 4 ചെറിയ ബോക്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതിൽ നമ്മൾ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അതിലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ താഴെ പോവും, അങ്ങനെ കേടാവുമൊന്നും ചെയ്യൂല കേട്ടോ വെജിറ്റബിൾസ്. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ആ ചെറിയ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ സവാളയൊക്കെ തൊലി കളഞ്ഞ് വെക്കണവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇങ്ങനെ ഈ ഒരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയും സൂക്ഷിക്കാം. അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ ഇത്. അടുത്തതും ഇതുപോലുള്ളൊരു സ്റ്റോറേജ് ബോക്സ് തന്നെയാണ്, പക്ഷേ അതിലേറെ കുറച്ച് ചെറുതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ബോക്സ്. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ ചെറിയ ഉള്ളി, പച്ചമുളക് അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ഉള്ളി തൊലി കളയാൻ ഭയങ്കര മടിയാണ് ചിലപ്പോൾ എനിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെക്കലുണ്ട്. അങ്ങനെ നമ്മൾ തൊലി കളഞ്ഞ് വെക്കുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലുള്ള ഈ ഒരു ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഈർപ്പവും കാര്യങ്ങളൊക്കെ താഴെ ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ചീത്തയാവുകയൊന്നും ചെയ്യൂല കേട്ടോ. ഞാനിത് അതിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിരിക്കണം. അതേപോലെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും പുതിനയിലയും മല്ലിയിലൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തതൊരു മാജിക് ബുക്കാണ് കേട്ടോ. അത് നമ്മളെ ഐഫക്കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്.
ഹൈഫക്കുട്ടി എപ്പോഴും പറയട്ടോ ഉമ്മച്ചി ഒരു മാജിക് ബുക്ക് വാങ്ങിത്തരുമോ. അപ്പോൾ എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഈ ഒരു മാജിക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്ക് ഞാൻ ഓർഡർ ചെയ്തു. ഇത് കിട്ടിയപ്പോൾ ഓൾ തന്നെയാണ് കേട്ടോ ഇത് എനിക്ക് കാണിച്ചു തന്നത്. ഉമ്മച്ചി കുറച്ച് വെള്ളം എടുത്തിട്ട് പിന്നെ ഇതിലൊരു പെൻസിലുണ്ട്. ആ ഒരു പെൻസിലുകൊണ്ട് ഇതിലിങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ആ ഒരു പടം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഓൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓൾ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനൊരു അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ പെൻസിലൊന്ന് മുക്കിയിട്ട് ഇതേപോലെ ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ആ ഒരു പടം എന്താ നല്ലോണം തെളിഞ്ഞ് നല്ല ഉഷാറായിട്ട് കാണും. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഏതായാലും സന്തോഷമായിട്ടോ ഈ ഒരു മാജിക് ബുക്ക് കിട്ടിയപ്പോൾ. ഇനി അടുത്ത പ്രൊഡക്റ്റും ചെറിയ 2 ടവലാണ്. ഇതിങ്ങനെ നമുക്ക് സ്ക്രബ്ബറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെ കേട്ടോ. നല്ല മൂർച്ചയുള്ള നല്ല ഒരയുള്ള ടവലാണ്. നമുക്ക് ടൈൽസിൻ്റെ ഭാഗമൊക്കെ ഉരച്ച് കഴുകാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടവലാണ്. 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ അത്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ഓയിൽ ബോട്ടിലാണ് കേട്ടോ. 1 ലിറ്ററിൻ്റെ ഓയിൽ ബോട്ടിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 68 രൂപയാണ്. നല്ല ബോട്ടിലാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ട് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ അത്. ഇതിൻ്റെ ചെറിയ ബോട്ടിലിൻ്റെ കയ്യിലുണ്ട്, 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് യൂസ് ചെയ്യലുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഓയിൽ അങ്ങനെ ഒരുപാട് ഒലിച്ച് പുറത്ത് പോകണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുന്നുള്ള ഓയിൽ ബോട്ടിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് എടുത്ത് കുറച്ച് കഴിഞ്ഞ് നമ്മളവിടെ കൊണ്ട് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങി ആ വെക്കണ ഭാഗമൊക്കെ വൃത്തികേടാവലുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ബോട്ടിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓയിൽ ബോട്ടിലൊക്കെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ ഒരുപാട് റേറ്റും കൊടുക്കേണ്ടി വരും. ഇതിനിപ്പോൾ 68 രൂപയാണ് കേട്ടോ. നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഒരു ഹോൾഡറാണ്. നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ചൂല് അതേപോലെ മോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറും ഉണ്ട്. ഇത് നമ്മൾ എവിടെയാണോ വെക്കണതെന്ന് വെച്ചാൽ അവിടെ നമുക്കിത് സേഫായിട്ട് തന്നെ ഒട്ടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു റബ്ബർ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു റബ്ബറുമ്മലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു മോപ്പ് അതിന്മേൽ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ചെറിയൊരു ട്രൈബോർഡാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു ട്രൈബോർഡാണ്. നമുക്ക് ഫോൺ ഇതുമ്മൽ പിന്നെ വെച്ചിട്ട് ചെറിയൊരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലുള്ളൊരു ട്രൈബോർഡ് ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫോൺ വെക്കണ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വെക്കണ ഒരു സംഭവം അവിടുന്ന് ആ ഒരു ക്ലിപ്പ് പോന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പം പിന്നെ കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ ഒരു ഇങ്ങനത്തെ ഒരു ട്രൈബോർഡാണ് ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കാരണം നമ്മൾ ഗ്യാസ് അടുപ്പുമ്മൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമല്ലോ. അപ്പോൾ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്കിവിടെ ഉണ്ണിയപ്പച്ചട്ടി വെക്കുമ്പോഴാട്ടോ അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി പോവുക. അതുപോലെ തന്നെ ഓട്ടട ചുടുന്ന സമയത്തും ഓട്ടട ചട്ടി വെച്ചാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കുക. അതുപോലെ തന്നെ സ്ക്രീനിൽ ഇവരെ കോൺടാക്റ്റ് നമ്പറും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. വളരെ വില കുറവിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ പാണ്ടിക്കാട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഷോപ്പിൽ പോയിട്ടും വാങ്ങിക്കാം. നമ്മൾ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സാധനം വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.